അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നു. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റൂ നീ. അതെ, എനിക്ക് മാത്രമാ ഇത് കണ്ടില്ലേ? ഇതാ എന്നാ ചർച്ച? അതൊന്നും ചർച്ച ചെയ്യാൻ പറഞ്ഞ അതൊക്കെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നല്ലേ. നിനക്ക് ഇതല്ല വേറെ ചിന്തയുണ്ട്. കൗതുക ലേശം കൂടുതലാണ്. മെത്രാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറെ കൊന്തയും കിട്ടുകാത്ത കൊണ്ടയൊക്കെ തോന്നു. അതൊക്കെ മേടിച്ചു. വളരെ സന്തോഷം. പിതാവിൻ്റെ ആശംസയെ അനുഗ്രഹിച്ചു. തല കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് പോയി ദീപിക എന്നെ ആരും ഫാരിസ് ഊക്കറുടെ പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. നിർത്തി അവമാനിക്കുവാണെന്ന് സംശയമുണ്ടോ? അത് അങ്ങനെ 2-3 ഉള്ളതേ. ഞാൻ ഇന്നലെ പറഞ്ഞ കൂട്ടു 2-3 ഉള്ളൂ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നു. അത് പാരീസ് ഓക്കറാണല്ലോ. പാരീസ് ഓക്കറിന്റെ പത്രമല്ലേ, അവന്റെ വാപ്പായെ പറ്റി അവൻ എഴുതുക. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റൂ നീ. എനിക്ക് സൗകര്യമില്ല. അങ്ങ് വർത്താനം പറഞ്ഞു. ഇങ്ങനെ കുറെ നോണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാർ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. മാന്യമായിട്ട് ഇറങ്ങി വന്നത് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റേ. ഉടനെ മറ്റു വർത്താനം പറയാവോ? അതല്ല ഉദ്ദേശം. സഭയുമായിട്ടപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സഭയായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. സഭയായിട്ട് പ്രശ്നമില്ലെന്നല്ല. സഭയുടെ പിതാക്കന്മാരെല്ലാം ബഹുമാനമാണ്. പക്ഷെ പിതാക്കന്മാർ ഈ നന്ദികേട് കാണിച്ച് രാഷ്ട്രീയം കളിച്ചാൽ ഞാൻ വർത്തമാനം പറയും. ഇനിയും പറയും. അതല്ലേ ഞാൻ പറയുന്നേ. ഇതേ കടങ്ങാട്ട് പിതാവുണ്ട്. പുള്ളി ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറയുന്നുണ്ടോ? വോട്ട് ചെയ്യാതിരിക്കാൻ പറയുന്നില്ലല്ലോ. എന്തൊരു ഐശ്വര്യമാണ്. എന്താ ഞാൻ പറഞ്ഞു? എനിക്ക് എന്നെ അനുകൂലിച്ച് മെത്രാന്മാർ വർത്തമാനം പറയണമെന്ന് ഞാൻ പറയാല. നീയല്ലേ ചോദിച്ചു? ഞാൻ എനിക്ക് പറയാല. പേടിക്കണ്ട. എനിക്ക് മെത്രാന്മാരുടെ പിന്തുണയും വേണ്ട. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. ഈ വിചാരിച്ച വോട്ട് ബിജെപിക്ക് വരാത്തതുകൊണ്ടാണ് ജോർജേട്ടനും ഷോണും ഒക്കെ പറഞ്ഞെന്നുള്ളൊരു നരേറ്റീവ് കൂടിയുണ്ട്. അതാരാ പറഞ്ഞത്? അല്ല, അങ്ങനെ പറയുന്നതാണ്. നീ അത് ഉള്ളത്തരം പറയണ്ട. നീ അതിൽ കൂടണ്ട. ഇഴയറി ഞാനും ഷോൺ ജോർജും കേരള നിയമസഭയെ കാണും. കത്തോലിക്ക കോൺഗ്രസ് ഒരു എതിർപ്പൊക്കെ അറിയിച്ചു. അങ്ങനെയൊന്നും ഉണ്ടോ? 10-30 കോടി ജനമുള്ള അംഗത്വമുള്ള സാധനമാണ്. ഇടാ മാനെ, ഞാൻ ചോദിക്കട്ടെ, കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഈ പാല അരമനയിൽ പേട്ടയെന്ന് കുറേ SDP വന്ന് കല്ലെറിഞ്ഞ് അറിയാമല്ലോ. ഈ കത്തോലിക്ക കോൺഗ്രസ് പാലക്കാരനാണ്. അവനൊക്കെ അന്ന് നാട് വിട്ട് 1 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ. അത് കൂടി കത്തോലിക്ക കോൺഗ്രസ്. വേറെ പണിയൊന്നുമില്ല അവനൊക്കെ. മഴം വില വേണ്ട ഒരു കൂട്ടത്തിൽ. ചുമ്മാ കത്തോലിക്ക കോൺഗ്രസ് കായുമില്ല, തോലിക്കായും ഇല്ല, ഒന്നുമില്ല. കത്തോലിക്ക കോൺഗ്രസ് നടക്കുന്നു. പല മഴയും വേണ്ട കൂട്ടത്തിൽ.